എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി ദിന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏകദേശം 100-ലധികം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പരിസ്ഥിതി ദിനത്തിന്റെ വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 5. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനം നടന്നത് എന്ന്? 1972 ജൂൺ 5 മുതൽ 16 വരെ. എവിടെ വച്ചാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനം നടന്നത്? സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ച്. അന്താരാഷ്ട്ര പരിസ്ഥിതി സമ്മേളനത്തിൽ എത്ര രാഷ്ട്രങ്ങൾ പങ്കെടുത്തു? 114. ഏതു സമ്മേളനത്തിനു ശേഷമാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു തുടങ്ങിയത്? 1972 സ്റ്റോക്ക്ഹോം സമ്മേളനം. തണ്ണീർത്തടങ്ങളും ചതുപ്പുനിലങ്ങളും സംരക്ഷിക്കുന്നതിനായി അന്താരാഷ്ട്ര സമ്മേളനമായ റാംസാർ കൺവെൻഷൻ നടന്നതെന്ന്? 1971 ഫെബ്രുവരി 2. 1971 റാംസാർ കൺവെൻഷൻ നടന്നത് എവിടെ വെച്ച്? ഇറാനിലെ റാംസാറിൽ വെച്ച്. അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ എന്നിവ ഉൾപ്പെടെ എത്ര റാംസാർ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്? 89. അടുത്തിടെ ഹൈബ്രിഡ് നെൽ വിത്തിനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? പഞ്ചാബ്. കേരളത്തിലെ ഏറ്റവും പ്രധാന പർവ്വതമേഖല ഏത്? പശ്ചിമഘട്ടം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? മലമ്പുഴ, പാലക്കാട്. കേരളത്തിലെ ആദ്യ അണക്കെട്ട് ഏത്? മുല്ലപ്പെരിയാർ, ഇടുക്കി. 2025 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? തെക്കൻ കൊറിയ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മസനോബ ഫുക്കുവോക്ക. കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? കൊല്ലം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 41. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? 3. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? മണ്ണുത്തി, തൃശൂർ. ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഒരു കുരുവിയുടെ പതനം, ഫാൾ ഓഫ് എ സ്പാരോ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏത്? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്?
നെയ്യാർ. ലോക വനദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 21. നീളത്തിലും നീരൊഴുക്കിലും കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? പെരിയാർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ സഹായിച്ച മലയാളി വൈദ്യൻ ആര്? ഇട്ടി അച്യുതൻ. സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്നത് എന്ന്? 1984. ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? വരയാട്. 2018 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? ഇന്ത്യ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏത്? ഭാരതപ്പുഴ. റിയോ ഭൗമ ഉച്ചകോടി നടന്നത് എവിടെ? ബ്രസീലിലെ റിയോ ഡി ജനീറോ. റിയോ ഭൗമ ഉച്ചകോടി നടന്ന വർഷം ഏത്? 1992. 1992 ഭൗമ ഉച്ചകോടിയിൽ എത്ര രാഷ്ട്രങ്ങൾ പങ്കെടുത്തു? 176. പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭ ഏജൻസി ഏത്? UNEP. UNEPയുടെ പൂർണ്ണരൂപം എന്ത്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. UNEP സ്ഥാപിക്കപ്പെട്ടത് എന്ന്? 1972. UNEPയുടെ ആസ്ഥാനം എവിടെ? കെനിയയിലെ നെയ്റോബി. WWFന്റെ പൂർണ്ണരൂപം എന്ത്? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ. WWFന്റെ ഇപ്പോഴത്തെ ചിഹ്നം എന്ത്? ഭീമൻ പാണ്ട. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് രൂപം കൊണ്ടത് എന്ന്? 1961. WWFന്റെ ആസ്ഥാനം എവിടെ? സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ്. WWFന്റെ ഇപ്പോഴത്തെ പേര് സ്വീകരിച്ചത് എന്ന്? 1989. WWFന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സർ പീറ്റർ സ്കോട്ട്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കാഴ്സന്റെ പുസ്തകം ഏത്? നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ്.
സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ജഗദീഷ് ചന്ദ്ര ബോസ്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. ഇന്ത്യയിൽ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏത്? കേരളം. വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന രീതി ഏത്? ബോൺസായി. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത്? തണ്ണീർത്തടങ്ങൾ. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? വേപ്പ്. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപയായ മലയാളി വനിത ആര്? സുനിത നാരായൺ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ? കൊൽക്കത്ത. ക്യാഷ്യ ഫിസ്റ്റുല ഏത് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കഴ്സൺ. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഇടുക്കി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 28. ആകെ വിസ്തൃതിയുടെ ഏറ്റവും കൂടുതൽ ശതമാനം വനമുള്ളത് ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏത്? പത്തനംതിട്ട. വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? MS സ്വാമിനാഥൻ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? നെയ്യാർ. കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷം ഏത്? തെങ്ങ്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. സേവ് ഹിമാലയ മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് ആര്? സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏത്? കണിക്കൊന്ന. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ഇന്ദുചൂഡൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ
പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പ്രൊഫസർ ആർ മിശ്ര. കേരളത്തിലെ സംസ്ഥാന ഫലം ഏത്? ചക്ക. സമാധാനത്തിന്റെ പ്രതീകമായി കാണുന്ന പക്ഷി ഏത്? പ്രാവ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് ആര്? മേധ പട്കർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ കാണുന്ന ജില്ല ഏത്? കാസർഗോഡ്. ഡോക്ടർ സാലിം അലി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഗോവ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആര്? ഭൂപേന്ദർ യാദവ്. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എപ്പോൾ? 1973 ഏപ്രിൽ 1. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ദുചൂടൻ. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനം ഏത്? ഇരവികുളം. 1978. പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ചത് എന്ന്? 1992. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? 1966. ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് സിംഹത്തെ മാറ്റി കടുവയെ ആക്കിയ വർഷം ഏത്? 1972. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിലവിൽ വന്നപ്പോൾ അതിന്റെ പേര് എന്തായിരുന്നു? ഹെയ്ലി നാഷണൽ പാർക്ക്. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? മഞ്ജു വാര്യർ. ആദ്യമായി പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച നാഷണൽ പാർക്ക് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഏണസ്റ്റ് ഹെക്കൽ. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തമിഴ്നാട്ടിലെ പൊള്ളാച്ചിക്കടുത്തുള്ള അണ്ണാമലൈ കുന്നുകളിൽ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
പരിസ്ഥിതി. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത്? ദ ചാരിറ്റബിൾ ബേർഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത്? നീലക്കുറിഞ്ഞി. വേമ്പനാട്ട് കായലിന് നടുവിലുള്ള പ്രസിദ്ധമായ ദ്വീപ് ഏത്? പാതിരാമണൽ ദ്വീപ്. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? എടവക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് എവിടെ? തെന്മല. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്നത് എന്ത്? പ്ലാറ്റിനം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പാറാട്ടുകോണം, തിരുവനന്തപുരം. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നാണ് സ്വീകരിച്ചത്? ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.